കൊച്ചിയിൽ നിന്ന് ചേതൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിലെ മഴ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ കൊച്ചിയിൽ പെയ്തത് നമ്മൾ കണ്ടതാണ്. വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ടോ എന്നറിയണം. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ്. എന്താണ്, കൊച്ചിയിൽ മഴയുണ്ടോ? കഴിഞ്ഞ ദിവസം മഴയിൽ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിരുന്നു, അതൊക്കെ മാറിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മനു, ഇപ്പോൾ ഈ ഒരു മണിക്കൂറായി മഴ മാറിയ ഒരു സാഹചര്യമാണ് ഈ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇന്നലെ പകലും അതുപോലെ തന്നെ രാത്രിയും ഇന്ന് പുലർച്ചെ 5 മണി വരെ തുടർച്ചയായി മഴ ശക്തി കൂടിയും ശക്തി കുറഞ്ഞും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു മണിക്കൂറായി ഈ മഴ മാറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ബുധനാഴ്ച വൈകിട്ടോടു കൂടിയാണ് കൊച്ചി നഗരത്തിൽ ഈ മഴ ശക്തമായത്. ഉടനെ തന്നെ നമുക്കറിയാം, കൊച്ചിയുടെ ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്കറിയാം, മഴ വിട്ടുമാറാതെ പെയ്താൽ സ്വാഭാവികമായും വെള്ളക്കെട്ടുണ്ടാകും. ഇൻഫോ പാർക്ക് മേഖലകളിലും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിലും കടവന്ത്ര, പനമ്പള്ളി നഗർ സ്ഥലങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് രൂപം കൊണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വെള്ളക്കെട്ടൊക്കെ രൂപം കൊണ്ടെങ്കിലും ഈ മഴ അല്പം ഒന്ന് മാറിയാൽ ഈ വെള്ളം താനെ ഒഴുകി മാറുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിലുള്ളത്. അതിൻ്റെ ഒരു കാരണവും ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ്. ജില്ലാ ഭരണകൂടം വളരെ വിജയകരമായി ഈ ജനുവരി മാസം മുതലേ അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ജില്ലാ ഭരണകൂടം തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ബാക്കിയായാണ് ഈ മഴ അല്പമൊന്ന് വിട്ടുമാറിയാൽ ഈ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് ഇപ്പോൾ തുടങ്ങിയത്. കാക്കനാടിലാണ് ആ ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. ഈ മാർ അത്തനേഷ്യസ് സ്കൂളിലാണ്. അവിടെ 9 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇത് കാരണം കീരേലി മലയിലെ ഉണ്ടായ മലയിടിച്ചിലിനെ തുടർന്നാണ്. ഇവിടെ 20 പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളത്. ഇതിൽ 10 പുരുഷന്മാരും 6 സ്ത്രീകളും 4 കുട്ടികളുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നമുക്കറിയാം, ഈ കൊച്ചിയിൽ മഴ തൊരാതെ പെയ്താൽ കൊച്ചിയെ എക്കാലം അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ട്രാഫിക് ബ്ലോക്ക്. ഗതാഗതമൊക്കെ സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഈ കൊച്ചി ഇവിടെ മെട്രോ സൗകര്യം ഉള്ളതുകൊണ്ട് യാത്രക്കാർക്ക് ഈ കൊച്ചി മെട്രോയെ ആശ്രയിക്കുന്ന സ്ഥിതിക്ക് ഈ ഗതാഗത കുരുക്കൊന്നും ബാധിക്കാതെ തന്നെ ഈ കൊച്ചിക്കാർക്ക് ഇവിടെ മെട്രോ സൗകര്യം കൂടി ഉപയോഗിക്കാമെന്നുള്ളൊരു പ്രത്യേകതയും ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ചോളമുണ്ട്. ഏതായാലും ഇപ്പോൾ മഴ അല്പമൊന്ന് വിട്ടുമാറിയ സ്ഥിതിയാണ്. വൈകാതെ തന്നെ ഈ ജില്ലാ ഭരണകൂടം ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ ഇടപെട്ട് അവരുടെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും.